وفاكهة كثيرا لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أإذا متنا وكنا ترابا أإنا وكانوا يقولون أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم. അത്രപോലെ. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഇന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോഴേ അവിടുന്ന് ഒരാളെ കണ്ടു. പിന്നെ വലിയ പ്രശസ്തനായ ഒരാളെ, അദ്ദേഹം നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന ആളാണ്. അദ്ദേഹത്തിനൊരു പ്രത്യേകത, ഒരു സന്തോഷമായിട്ട് പറഞ്ഞത്, പങ്കെടുക്കുന്ന ആളുകൾ മുഴുവനും ഇങ്ങനെ ഖുർആൻ ഉറക്കെ ഓതുന്ന ഒരു ദർസ് എന്നാണ് അദ്ദേഹം പേരിട്ടത്. അത് വേറെ ഇല്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് സാധിച്ചത് എന്ന് അദ്ദേഹം. അതിൻ്റെ ക്രെഡിറ്റ് ഇരിക്കല്ല, നമ്മൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യുന്നത് ഒരത്ഭുതമായി തോന്നുന്നിടത്ത് നമ്മൾ മറ്റുള്ളവർക്ക് അതിന് പ്രചോദനമേകുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം അത് ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാണ് ഇവിടെ വന്നിട്ട് പറയാമെന്ന് വെച്ചിട്ട്. നമ്മൾ 3 വിഭാഗം ആളുകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സാബിഖുകൾ, അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ ശിമാൽ. സാബിഖുകൾ ആരാണ് എന്നും അവരതിനു വേണ്ടി ജീവിതത്തിൽ നടപ്പാക്കിയ മാതൃകകൾ എന്തായിരുന്നു എന്നും അതിൻ്റെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതും നൽകാനിരിക്കുന്നതുമായ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്നും അവർ മുൻകാലക്കാരിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു, എന്നാൽ പിൽക്കാലത്ത് അവർ കുറഞ്ഞ് വഖലീലും മിനൽ ആഖിരീൻ എന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരും എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ അവസാനം പറഞ്ഞ കാര്യം നമ്മളെയൊക്കെ ചിന്തിപ്പിക്കണം. നമ്മളെല്ലാവരും മുസ്ലിങ്ങൾ തന്നെയാണ്. ഇന്ത്യ, കേരള, ഷഹാദത്ത് കലിമ രണ്ടും അംഗീകരിക്കുന്നവരൊക്കെ മുസ്ലിമീങ്ങളാണ്. അവരെ നമ്മളെടുത്തൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന സംഗതിയാണിത്. എല്ലാവരും മുസ്ലിമീങ്ങൾ തന്നെയാണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഇസ്ലാമിന് നിരക്കാത്ത വിശ്വാസവും ആരാധനകളും ആചാരാനുഷ്ഠാനങ്ങളും സ്വഭാവദൂഷ്യങ്ങളുമുള്ള ആളുകളുണ്ട്, ഉറപ്പാണല്ല. നമ്മുടെ കൂട്ടത്തിൽ മിതമായ നിലയിൽ ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരും ആചരിക്കുന്നവരും സ്വഭാവദൂഷ്യങ്ങളൊന്നും
ഇല്ലാത്തവരുമുണ്ട്. എന്നാൽ കഴിവിൻ്റെ പരമാവധി ജാഗ്രതയോടെ ജീവിക്കുന്ന, എല്ലാ നന്മകളിലും പരമാവധി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന, പരിശ്രമിക്കുന്ന, ഒരുതരം അബദ്ധങ്ങളും പറ്റാതിരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. അവർ പക്ഷേ മറ്റു രണ്ട് വിഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഈ വളരെ കുറവുള്ള ആളുകളെയാണ് നമ്മൾ ഇത്രയും ദിവസം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വളരെ കുറവുള്ള ആ വിഭാഗമുണ്ടല്ലോ, അവരിൽ ഞാനുണ്ടാവണം, എൻ്റെ കുടുംബം ഉണ്ടാവണം എന്നതിനാണ് നമ്മൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത്. അതിനാണ്. ആ ഭൂരിപക്ഷത്തിൻ്റെ കൂട്ടത്തിലോ ആ മിതവാദികളുടെ കൂട്ടത്തിലോ അല്ല, ഈ ന്യൂനപക്ഷത്തിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും എന്നതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട വെല്ലുവിളി. ഖലീലും മിനൽ ആഖിരീൻ. അവർക്കുള്ളതാണ് ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ. ഒരു തരം അപവാദങ്ങളോ ഒരു തരം കുറ്റകൃത്യങ്ങളോ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത, ഇല്ലാ ഖീലൻ സലാമൻ സലാമാ എന്ന് മാത്രം കേൾക്കാനിടയുള്ള ഒരു ലോകത്ത് ആദരിക്കപ്പെടാനുള്ള അർഹത അവർക്കുള്ളത്. അള്ളാഹു അവരിൽ പെടാനുള്ള പരിശ്രമത്തിൽ നമ്മളെ ഉൾക്കൊള്ളിക്കുകയും അവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തെ വിഭാഗം അസ്ഹാബുൽ യമീൻ. രണ്ടാമത്തെ വിഭാഗമാണ് വലതുപക്ഷക്കാർ. പൊതുവിൽ വലതുപക്ഷം, ഇടതുപക്ഷം എന്നിങ്ങനെയാണ് പറയാറുള്ളത്. അല്ലെങ്കിൽ സൗഭാഗ്യവാന്മാർ, ദൗർഭാഗ്യവാന്മാർ എന്നും, അതല്ലെങ്കിൽ വെളുത്ത മുഖത്തോടു കൂടിയവർ എന്നും കറുത്ത മുഖത്തോടു കൂടിയവർ എന്നും, അതല്ലെങ്കിൽ സമാധാന ശാന്തിയുള്ളവർ എന്നും വൃത്തികെട്ടവർ എന്നും, രോഗാതുരമായ മനസ്സുള്ളവർ എന്നും ആരോഗ്യപൂർണമായ മനസ്സുള്ളവർ എന്നുമൊക്കെയാണ് ഖുർആൻ പൊതുവിൽ തരംതിരിക്കാറുള്ളത്. രണ്ടായിട്ടാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അതിനെ മൂന്നാക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ഏറ്റവും ഉത്തമരായ ആളുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചു വന്നത്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് അസ്ഹാബുൽ യമീൻ, നന്മയുടെ ആളുകൾ എന്ന് പറയാം. വലതുപക്ഷം എന്നതിന് പകരം നന്മയുടെ ആളുകൾ എന്ന് പറയാൻ കഴിയും. മാ അസ്ഹാബുൽ യമീൻ, അവരാരാണ്? അവർക്കെന്ത് അനുഭൂതികളാണ് വെച്ചിട്ടുള്ളത്? അവർക്കെന്ത് നേട്ടങ്ങളാണുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ ദുനിയാവിൽ പരമാവധി നന്മകളിൽ ഉറച്ചു നിൽക്കും. ഒരു വ്യക്തിപരമോ കുടുംബപരമോ ആരാധനാപരമോ സ്വഭാവ സംബന്ധിയോ പെരുമാറ്റ ഇടപെടലുകൾ മേഖലകളിലോ തനിക്ക് നിർബന്ധമായ ഒരു കാര്യത്തിലും അവർ ഒരു വീഴ്ചയും വരുത്തില്ല. നിങ്ങൾ നല്ലോണം ആലോചിച്ചോളൂ. അത് നമസ്കാരമാവട്ടെ, സക്കാത്താവട്ടെ, നോമ്പാവട്ടെ, മാതാപിതാക്കളോടുള്ള സമീപനമാവട്ടെ, ഇണയോടും മക്കളോടുമുള്ള സമീപനങ്ങളാവട്ടെ, സാമ്പത്തിക മേഖലയോ മറ്റേതു മേഖലയാവട്ടെ, വ്യക്തിപരമായി എനിക്ക് നിർബന്ധമാക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്നോട് നിർബന്ധമായും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് നിർദ്ദേശിച്ചത് യാതൊന്നും തന്നെ ഒഴിവാക്കുകയില്ല. ആര്? അസ്ഹാബുൽ യമീൻ. 2, വ്യക്തിപരമായി എന്നിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയവ, ഹറാമാക്കിയവ, അത് വിശ്വാസത്തിലാവാം, ആരാധനയിലാവാം, സ്വഭാവത്തിലാകാം, ഭക്ഷണപാനീയങ്ങളിലോ വസ്ത്രധാരണത്തിലോ പെരുമാറ്റ മര്യാദകളിലോ സമ്പാദനത്തിലോ ചിലവഴിക്കലിലോ ഏത് മേഖലയിലുമാകാം. വ്യക്തിപരമായി പാടില്ല എന്ന്, ഹറാമാണ്, മൻഹിയാണ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലും അയാൾ ഉണ്ടാവില്ല.
ആലോചിക്കാൻ അയാളുണ്ടാവില്ല. നമ്മൾ പെടുമോയെന്ന് ആലോചിക്കാറ് ഞാൻ പറഞ്ഞിട്ടോ. ഞാനല്ല, നിങ്ങളല്ല, നമ്മൾ അതിൽ ഉൾപ്പെടും എന്നാലോചിക്കുക. 3, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ച ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ, അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധനകളിലാണെങ്കിലും മറ്റേതു മേഖലകളിലാണെങ്കിലും അയാളിൽ പരമാവധി അയാൾ അത് നിഷ്കർഷയോടുകൂടി, പൂർണ്ണമായിട്ടല്ലെങ്കിലും പരമാവധി അയാൾ അത് നിഷ്കർഷയോടുകൂടി നിലനിർത്താൻ ശ്രമിക്കും. മൂന്നായില്ലേ? 4, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്റൂഹാണ്, അത് ശരിയല്ല, നിങ്ങൾ വിട്ടുനിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ കറാഹത്തായ കാര്യങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. ചിലപ്പോഴൊക്കെ ചിലതൊക്കെ സംഭവിച്ചുകൂടായികയില്ല, പക്ഷെ മനഃപൂർവ്വം അത്തരം കാര്യങ്ങളിലൊന്നും അവരുണ്ടാവില്ല. അവർക്കൊരു വീഴ്ചയുണ്ടാവാനിടയുള്ള സ്ഥലം ഹലാലായതാണ്, ജായിസായതാണ് എന്നതിനാൽ ഹറാമിലേക്ക് പോകാനോ കറാഹത്താകാനോ ഇടയുള്ള ചില സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്നതിൽ അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം. പ്രകാരം മനസ്സിലായല്ലോ? ഇത് അങ്ങാടിയിൽ പോകൽ ഹലാലായ സംഗതിയാണ്, ജായിസായ സംഗതിയാണ്, പോയാൽ കുറ്റമില്ല, പോയാൽ കൂലിയുമില്ല, പോയിട്ടില്ലെങ്കിലും കുറ്റവുമില്ല കൂലിയുമില്ല, ജായിസായ സംഗതിയാണ്. അതാണ് ഈ ജായിസ് ഹലാൽ എന്നൊക്കെ പറഞ്ഞാൽ സംഗതി. പക്ഷേ അവിടെ പോകുന്നതിലൂടെ കാര്യമില്ലാതെ, പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ലാതെ അവിടെ പോകുന്നതിലൂടെ ഹറാമായതോ കറാഹത്തായതോ ആയ ചില സംഗതികൾ കാണാനോ കേൾക്കാനോ ഇടവരാം എന്ന ജാഗ്രതയിൽ വിട്ടുനിൽക്കുന്നവരാണ് സാബിക്കുകൾ. അതിൽ അവർക്കൊരു വീഴ്ച പറ്റും. അപ്പൊ നമ്മൾ അതിലല്ലേ? ഈ പറഞ്ഞ വീഴ്ച നമുക്ക് സംഭവിക്കണില്ലേ? അങ്ങാടിയിൽ നിർബന്ധമായും ഇരിക്കേണ്ടവരുണ്ട്. കച്ചവടക്കാരും അതുമായി ബന്ധപ്പെട്ടവരും അവിടെ സാധന സാമഗ്രികൾ വാങ്ങാൻ പോകുന്നവരുമായ ആളുകൾക്ക് അങ്ങാടി നിർബന്ധമാണ്. പക്ഷെ ഞാൻ എന്തിനാണ്ട് പോകണമെന്ന് ഞാനല്ല ആലോചിക്കട്ടെ, അല്ലേ? ഞാൻ അവിടെ പോകുന്നത് ഒരു സാധനം വാങ്ങാനാണെങ്കിൽ അത് വാങ്ങുക പോരുക എന്നല്ലാതെ എനിക്ക് അവിടെ എന്താ വേറെ പണിയൊന്നുമില്ലല്ലോ. അവിടെ എന്താ പണി? നിങ്ങൾ ആലോചിച്ച് നോക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, ഇയ്യാക്കും വത്തുറുഖാത്ത്, നിങ്ങൾ പൊതുവഴികൾ അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കണം, വേണ്ടാന്ന് വെക്കണം, ഒഴിവാക്കണം. ഇയ്യാക്കും വത്തുറുഖാത്ത്, പൊതുജനങ്ങൾ കൂടുന്നിടത്ത് അങ്ങാടിയിൽ, ബസ് സ്റ്റോപ്പിൽ, അവിടെ പിന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റൊക്കെ വലിച്ചിരുന്നത് എന്തിനാ? ഇനിയിപ്പോൾ അതൊന്ന് പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ആ പോസ്റ്റിൻ്റെ നമ്മുടെ ബസ് സ്റ്റോപ്പുകളുടെയൊക്കെ അവസ്ഥ എന്താ? പള്ളിക്ക് പോകുന്നത് വരെ അവിടെ തന്നെ, പള്ളിയിൽ നിന്ന് പിരിഞ്ഞാലും അവിടെ തന്നെ, അല്ലേ? പള്ളിയിൽ നിന്ന് വല്ലതും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്വാൻസ് തന്നെ ഇവിടെ അതിൻ്റെ ഫലം നഷ്ടപ്പെടുത്തുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും. എന്നിട്ടാ പോകല്. മിച്ചം വല്ലതും വന്നിട്ടുണ്ട് പള്ളിയിൽ പോയിട്ട് ഇബാദത്ത് എടുത്തിട്ടെന്ന് വെച്ചാൽ അതാണ് കൊടുത്തു തീർക്കുന്നത് വരെയും കൂടി ഇവിടെ ഇരുന്നിട്ടേ പോകുള്ളൂ. എന്തേ കിട്ടി? ജയിച്ചോൻ ജയിച്ച് തോറ്റോൻ തോറ്റ്, നമ്മക്ക് എന്തേ കിട്ടി? നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ പോയിട്ടുണ്ട്, അല്ലേ? എന്തേ പോയി? നിങ്ങൾ ആലോചിച്ചാൽ മതി. യാ അയ്യുഹല്ലദീന ആമനൂ അത്യിഉല്ലാഹ വറസൂല വലാ തുബ്തിലൂ അഅമാലക്കും. മുഅ്മിനീങ്ങളെ, അല്ലാഹുവെയും റസൂലിനെയും അനുസരിച്ച് സൂക്ഷിച്ച് ശ്രദ്ധയോടെ ജീവിക്കണം. നിങ്ങൾ ഉണ്ടാക്കി വെച്ച സൽക്കർമ്മങ്ങളുടെ ഫലം നഷ്ടപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കുകയും വേണം.
സുബ്ഹാനല്ലാഹ്. അല്ലേ? ഇയ്യാക്കും വത്തുറുഖാത്ത്, പൊതുവഴികൾക്ക് അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്നത് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാലനാ ബുദ്ദും ഫിത്തുറിഖാത്ത്, നബിയെ പൊതുവഴികളും അങ്ങാടികളിലും ഉപയോഗപ്പെടുത്തൽ ഞങ്ങൾക്ക് നിർബന്ധമാണല്ലോ നബിയെ. കേട്ടോ, ഞങ്ങൾക്ക് നിർബന്ധമാണ്, അവിടെ പോയിട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. അങ്ങാടികളുമായി ബന്ധപ്പെട്ട് പൊതുവഴികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. മാലന ബുദ്ധുന്ന, നിർബന്ധമാണ്, അനിവാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഅ്തു ത്വരീഖ ഹഖ്ഖ, ഫഅഅ്തു ത്വരീഖ ഹഖ്ഖ, എങ്കിൽ പൊതുവഴിയും പൊതുസ്ഥലങ്ങളും ഉപയോഗിക്കുന്നവർ ആ വഴിയോടും സ്ഥലത്തോടും കാണിക്കേണ്ടുന്ന ചില ബാധ്യതകളുണ്ട്, അത് നിറവേറ്റണം, അത് നിറവേറ്റണം. അപ്പോ ഖാലൂ വമാ ഹഖ്ഖു ത്വരീഖി യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഈ വഴിയുടെയും പൊതുസ്ഥലത്തിന്റെയും ഒക്കെ ബാധ്യത എന്താ? അങ്ങനെയുണ്ട് ഒരു സംഗതി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗള്ളുൽ ബസർ, ആവശ്യമില്ലാത്തടത്തേക്ക് നോക്കരുത്. അതിന് കുട്ടി വായിച്ചാണ്, ആവശ്യമില്ലാത്തത് കേൾക്കരുത്, ആവശ്യമില്ലാത്തത് പറയരുത്, ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത്. ഗള്ളുൽ ബസർ. പിന്നെയോ വറദ്ദുസ്സലാം, അത് നമുക്ക് ഓക്കെയാണ്. വറദ്ദുസ്സലാം, സലാം പറഞ്ഞാൽ മടക്കണം. 3, വൽ അംറു ബിൽ മഅറൂഫി വന്നഹിയു അനിൽ മുങ്കർ, ആളുകളോട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും ആളുകളുടെ അരികിൽ കാണുന്ന വീഴ്ചകൾ തുറന്നു കാട്ടി അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും വേണം. ഇതിന് 3നും പറ്റാത്തവരാണ്ട് പോണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ വായിച്ചോക്കാൻ, നമ്മൾ അസ്ഹാബുൽ യമീനിൽ പെടാൻ യോഗ്യതയുള്ളവരാണോ? സാബിക്കുകൾ അവിടെ നിൽക്കട്ടെ, ഒന്നുകൂടെ ഒക്കെ മാറേണ്ടതല്ലേ മുഅ്മിനീങ്ങളെ, അല്ലേ? ഇനി ആ മറ്റേ പിന്നെ പ്രസിദ്ധമായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹദീസ് കൂട്ടിച്ചു വായിച്ചോ കാണി. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നിങ്ങൾക്ക് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട് എന്നത് ഉറപ്പ് ശരിയാണെങ്കിൽ നിങ്ങൾ നല്ലത് പറഞ്ഞാൽ മതി, അതൊന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതിരുന്നോളി. മിണ്ടിയ അമല് പോകാനിടയുണ്ടെന്ന് ഇതിൻ്റെ അർത്ഥം. അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ, നമുക്കറിയാം വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരാണ്, ലളിതമായി വിചാരണ ചെയ്യപ്പെടുന്നവരാണ്, സ്വർഗം ലഭിക്കുന്നവരാണ് എന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ അവരാരാണ് എന്ന് പഠിക്കുന്നിടത്ത് വീഴ്ച വന്നോ? അവർക്കുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്നത് പരിശോധിക്കാതെ പോകുന്നുവോ? അല്ലേ? 5 നേരവും കൃത്യമായി നമസ്കരിക്കുമ്പോൾ പർദ്ദയും മഫ്തയും നിസ്കാര കുപ്പായും ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ അതൊന്നും കാണാനില്ല, അല്ലേ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തുണിയൊക്കെ പാൻറ്റൊക്കെ നെരിയാണിക്ക് മുകളിലാണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇല്ല. കൃത്യമായി നിസ്കാരം നോമ്പും ഒക്കെ ഉണ്ട്, പക്ഷെ താടി തലമുടിയൊക്കെ കണ്ടാൽ ഉണ്ടാക്കിയോ ജനിച്ചു വീണിട്ട് ഉമ്മ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തൊന്നും കുളിച്ചിട്ടില്ല എന്നാ തോന്നുക, അല്ലേ? എണ്ണ തേക്കൂല, മുടി ചീകൂല, താടി വൃത്തിയാക്കൂല, അത് നടക്കന്നെ ന്യൂജൻ, അല്ലേ? നിസ്കരിക്കും, നോമ്പെടുക്കും, ഉമ്മാനെയും പാപ്പാനെയും നല്ലോണം നോക്കുകയും ചെയ്യും, അനുസരിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് കോലം. നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മളും നമ്മുടെ ഭാര്യമാരും ഒക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇത് എവിടേക്കാണ് ഇതിൻ്റെ പോക്ക്? ഏത് ഇസ്ലാമിനെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്? നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ?
ഏത് രൂപത്തിൽ മരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ മരിക്കേണ്ടുന്നത് എവിടെ വെച്ച്, എപ്പോൾ എന്ന്, എങ്ങനെ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. പക്ഷെ അത് ഏത് രൂപത്തിലാവണമെന്ന് ആഗ്രഹിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനുമുള്ളത് ബാധ്യത നമുക്കുള്ളതാണ്. എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവെ കുറിച്ച് നല്ല വിചാരം വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ മരിക്കേണ്ടത്. അപ്പൊ എന്താണ്, മരിക്കുമ്പോഴത്തെ നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതിൻ്റെ ഇതിനർത്ഥം അല്ലേ? യുബഅസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. ഏതു കോലത്തിലാണോ മരിക്കുന്നത് അക്കോലത്തിലാണ് പരലോകത്ത് വരേണ്ടി വരിക. അപ്പോൾ എന്താ അർത്ഥം, നല്ല കോലത്തിൽ മരിക്കാൻ പരിശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് പറ്റൂലേ? പക്ഷെ അങ്ങനെ വല്ല ചിന്ത ഈ സമുദായത്തിൻ്റെ വലിയ വയസ്സായ ആളുകൾക്കോ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ യുവാക്കൾക്കോ കുട്ടികൾക്കോ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്ക് തോന്നിയിരിക്കണം അങ്ങനെ ഒരു സംഭവം വേണം. മോഹം നമുക്ക് അസ്ഹാബുൽ യമീൻ തന്നെയാണ്. വിചാരണ പെട്ടെന്ന് നടക്കണം എന്ന് തന്നെയാണ്. സ്വർഗം ലഭിക്കണം എന്ന് തന്നെയാണ്. വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടണം എന്ന് തന്നെയാണ്. പരലോകത്ത് ആദരിക്കപ്പെടണം എന്ന് തന്നെയാണ്. പക്ഷെ ആ പാലിക്കാരി പെണ്ണിൻ്റെ അവസ്ഥയിൽ കാണോ ഇത് പോണ്? ആണോ? അത് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ആ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിലെ. ഇത് അങ്ങനെയൊക്കെ ആണോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തായാലും ഈ ആയത്തുകളിൽ അവരുടെ ഗുണഗണങ്ങളല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയാനുഭൂതികളാണ്. ഫീ സിദ്രി മഖ്ലൂദ്, അവർക്കവിടെ സിദറുണ്ടാകും. സിദർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ്. ഒന്ന് താളി എന്നാണ് അർത്ഥം. പണ്ടൊക്കെ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ താളി. നമ്മുടെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർ കുട്ടികൾക്ക് അറിയാത്തുള്ളൂ, നമുക്കൊക്കെ അറിയാലോ അല്ലേ? താളി എന്നാ പറയാ. അല്ലെങ്കിൽ ഇലന്തമരം എന്നാ പറയാ. മുള്ളുള്ള എന്നാൽ വളരെ രുചികരമായ പഴങ്ങളുള്ള ഒരു മരമാണ് സിദറ. സിദറ, സിദറത്തുൽ മുൻതഹ എന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് നജ്മിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വർഗത്തിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന മരത്തെ പരിചയപ്പെടുത്തുന്നത് ഇൻദ സിദറത്തുൽ മുൻതഹ എന്നാണ്. അവിടെ ഒരു സിദറത്തുണ്ട്, ഇലന്ത മരമുണ്ട്. പക്ഷെ നമ്മളോട് ഇപ്പോൾ പറയുന്നത് ഈ ഇലന്ത മരം നിങ്ങൾ നാട്ടിൽ കാണുന്ന ഇലന്ത മരമല്ല. പിന്നെയോ ഫീ സിദ്രി മഖ്ലൂദ്, നാട്ടിൽ കാണുന്ന ഇലന്ത മരത്തിൽ നിറയെ മുള്ളുകൾ ഉണ്ടാകും. എന്നാൽ ഇവിടെ മഖ്ലൂദാണ്, മുള്ളൊക്കെ ഉരിഞ്ഞെടുക്കപ്പെട്ട മുള്ളൊന്നും ഇല്ലാത്ത ഇലന്ത മരങ്ങളാണ് അവിടെയുള്ളത്. അതിൻ്റെ പഴങ്ങൾ അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. ഞാൻ ഇലന്തപ്പഴം തിന്നില്ല, ഞങ്ങളാരെങ്കിലും തിന്നണോ? ഇല്ല. ഇൻഷാ അല്ലാഹ് നമുക്കത് കിട്ടുമെന്നൊന്ന് നോക്കാം അല്ലേ? എന്നാലെങ്കിലും അതിൻ്റെ ഒരു ഒറിജിനലാണ് സ്വർഗത്തിലുള്ളത് എന്നൊന്ന് അറിയാലോ. നമ്മളെ ഫ്രൂട്ട് കടക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഈ ടീമിലുണ്ടെങ്കിൽ ഒന്ന് അതൊന്ന് ഏൽപ്പിച്ചാൽ ഞങ്ങളൊക്കെ കുറേശ്ശെ വാങ്ങിക്കോളാം എന്ന് പറയാം. ഇല്ലെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഒരു കൊണ്ടുവന്ന് തരുമെന്ന് അല്ലേ? ഇനിയിപ്പോൾ സിദറത്തിൻ്റെ കച്ചവടം നടത്തി മിസ്കാത്തി നിങ്ങൾ പറയില്ലല്ലോ. ഇല്ല. അപ്പോൾ ഫീ സിദ്രി മഖ്ലൂദ് വത്വൽഹിം മൻലൂദ്. മൻലൂദ് എന്ന് പറഞ്ഞാൽ നിരത്തി നിരത്തി നിരനിരയായി വെക്കപ്പെട്ടത് എന്നാണ്. ത്വൽഹ് എന്ന വാഴ, അതിന് പാണ്ട് പോകണമെന്നാണ് ചോദ്യത്തിലുണ്ടെങ്കിൽ സുഹൃത്ത് മുഹമ്മദ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പേര് മാത്രമേ ഇവിടുത്തതുള്ളൂ അല്ലേ? പേര് മാത്രമേ ഇവിടുത്തതുള്ളൂ. അത് നമുക്ക് ഇങ്ങനെ അല്ലാതെ അള്ളാഹു അതിൻ്റെ യഥാർത്ഥ പേര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അല്ലേ? എന്തേ മലക്കുകളെ നബിമാരായിട്ട് വിടരുന്നു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത് വലൗ ജഅൽനാഹു റജുലൻ വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ എന്നാണ്. എനിക്ക് മലക്കുകളെ നബിമാരായി വിടാൻ ഒരു പണിയില്ല, ഒരു പണിയില്ല. പിന്നെന്താ സംഗതി എന്ന് വെച്ചാൽ മലക്കിൻ്റെ കോലത്തിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റൂലല്ലോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ, കാണാൻ പറ്റണമെങ്കിലല്ലേ ജഅൽനാഹു റജുല, ഇത് മനുഷ്യനാക്കി വിടണ്ടേ, എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ.
അപ്പൊ നിങ്ങൾ ചോദിക്കൂല ഇജ്ജ് മലക്കാന്നുള്ളതിന് എന്താ തെളിവ് എന്ന്. പിടിയിട്ടില്ലേ? വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. അതാണ് ഇതിന്റെ പിന്നിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മളുടെ ബുദ്ധിക്കനുസരിച്ചാണ്. ഒന്നുമില്ല, ഉദാഹരണം പറയല്ലോ, അള്ളാഹ്ക്ക് പറ്റൂലല്ലോ. നമ്മുടെ പ്രായപൂർത്തിയായ മക്കളോട് സംസാരിക്കുന്ന ഭാഷയിലല്ലല്ലോ തിരിച്ചറിവെത്താത്ത നമ്മുടെ പേരക്കുട്ടികളോട് സംസാരിക്കല്. ആണോ? അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വസ്തുക്കളുടെ പേര് അവരുടെ ശൈലിയിൽ തന്നെയല്ലേ നമ്മൾ പറയാ, അല്ലേ? ആലോചിച്ചക്കാടി. ഇപ്പൊ ഞങ്ങളവിടെയൊക്കെ വലിയ ആളുകളോട് ചോറ് ഒന്നും ചെറിയ കുട്ടികൾ മാമു എന്നാ പറയാ. നിങ്ങളങ്ങനെയാണോ? എന്താണ്? അവർക്കത് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അത് വെച്ചാൽ ഇതിന് പെട്ടെന്ന് മനസ്സിലാകും. ആരെയാണോ അഭിസംബോധന ചെയ്യുന്നത് അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരാനുള്ള മഹാവാത്സല്യനിധിയാകുന്നു, അളവറ്റ ദയാപരനാകുന്നു, അളവറ്റ കാരുണ്യവാനാകുന്നു, അളവറ്റ സ്നേഹനിധിയാകുന്നു റഹ്മാനായ റബ്ബ്. ഇതാണ് റഊഫ്, വദൂദ്, ഗഫൂർ എന്നൊക്കെ പറയുന്ന ആ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയുടെ നാമങ്ങൾ പഠിച്ചാൽ അത് മനസ്സിലാകും. അള്ളാഹു ആരോടാണോ സംസാരിക്കുന്നത് ആ സംസാരത്തിന് വിധേയനാകുന്ന ആളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്നാണ് അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലേ? മനുഷ്യന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ചാൽ അതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക? അത്ര വെച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങളും മനസ്സിലാകും. നമ്മുടെ റബ്ബായ റഹ്മാൻ അങ്ങേയറ്റം വദൂദാകുന്നു, നമ്മളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്. അവൻ നമ്മളോട് അങ്ങേയറ്റം റഊഫാകുന്നു, വാത്സല്യമുള്ളവനാണ്. അവൻ നമ്മളോട് അങ്ങേയറ്റം അഫൂവാകുന്നു, കൃപയും ദയയുമുള്ളവനാകുന്നു. അപ്പൊ നമ്മളിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇത്തരം ആയത്തുകളെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. നീണ്ടു പോകുന്ന തണലുകളുണ്ടായിരിക്കും അവിടെ. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ. അവിടെ എത്തിപ്പെട്ടാൽ പ്രവേശിക്കുന്ന അവിടുത്തെ ആളുകൾക്ക്, സ്വർഗാവകാശികൾക്ക് സൂര്യന്റെ ചൂടേൽക്കേണ്ടി വരികയില്ല, എന്നാൽ തണുപ്പും ഉണ്ടാവുകയില്ല. കാരണം എന്താ? ഇവിടെ സൂര്യപ്രകാശത്തിന്റെ ബുദ്ധിമുട്ടില്ല, തണുപ്പുമില്ല. പിന്നെ എന്താ ഉള്ളത്? തണലുകളാണുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലേ? നമ്മളതിന് എ സി എന്നാ പറയാ? അല്ല, ഞാൻ ഉറപ്പിച്ച് പറയും. എന്തറിയോ? ഈ എ സിയുടെ ചോട്ടിൽ നിങ്ങൾ വന്നിരുന്നിട്ട് ഇപ്പൊ ഇവിടെ ഉള്ളൊരു സഹോദരൻ മേലൊക്കെ നോക്കിയിട്ട് അവിടെ എ സി ആണ് 24 ഡിഗ്രി കണ്ടപ്പോൾ മെല്ലെ ആ റോഡിൽ നീച്ച് അപ്പുറത്തേക്ക് പോയിരിക്കണത് ഇപ്പം നമ്മളിവിടെ കണ്ടതാ, അല്ലേ? കണ്ട് എന്താണ് നമുക്ക് തോന്നും അത് സുഖകരമാണ് ആയതാണ് എങ്കിലും അങ്ങനെ ആവട്ടിയൊക്കെ അവിടെ പോയിരിക്കണം. തരുമോ? വല്ലാത്ത പെട്ടെന്ന് അള്ളാനെ മനസ്സിലാക്കാനുള്ള പെട്ടെന്ന് കിട്ടിയ ഒരു സംഗതിയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുമെന്നതിൻ്റെ തെളിവുകൂടിയാണത്. എ സി എന്നത് നമ്മൾ എന്തിനുപയോഗിക്കണത്? സംഗതി എയർ കണ്ടീഷണർ എന്നൊക്കെ പറയാം, അല്ലേ? ഇവിടുത്തെ പിന്നെ വായു അങ്ങേ അറ്റം ശുദ്ധമാക്കുന്ന, അന്തരീക്ഷം ശുദ്ധമാക്കുന്നതെന്നാ പറയാ. പക്ഷെ അതെല്ലാവർക്കും ഒരുപോലെയല്ല. നിങ്ങൾക്ക് രസം കേൾക്കണോ? മാറിയിരുന്നത് 78 വയസ്സുകാരനാണെങ്കിൽ അപ്പുറത്ത് മാറിയിരുന്നത് 30-35 വയസ്സുള്ള ആളാ. രണ്ടാൾക്കും അത് പറ്റൂല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ ഒരുക്കുന്ന ഏതൊരു സംവിധാനവും അതിൻ്റെ ന്യൂനതകൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന വെളിപ്പെടും. എന്നാൽ നമ്മുടെ റഹ്മാനായ റബ്ബ് നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന സംവിധാനങ്ങൾ കുറ്റമറ്റതും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതും അവിടുത്തെ അന്തേവാസികൾക്ക് സ്നേഹവും സൗകര്യവും സുഖവും മാത്രം, ആസ്വാദ്യതയും മാത്രം അനുഭവപ്പെടുന്നതുമായിരിക്കും എന്നതുകൂടിയാണ് പറഞ്ഞതിൻ്റെ നീണ്ടു കിടക്കുന്ന തണലുകളായിരിക്കും ഉണ്ടാവുക. അത് ഞാനൊരു സഞ്ചാരി ആയതുകൊണ്ട് പറയുകയാണ്. ചില യാത്രകളൊക്കെ നടത്തുമ്പോൾ കിലോമീറ്ററുകളോളം റോഡിൻ്റെ 2 ഭാഗത്ത് നിന്നും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഒരു കമാനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് കൊതിച്ചു പോകും, ഇവിടെ ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇരുന്നിട്ട് പോകാമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു സാഹചര്യം
നമ്മുടെ അയൽപ്പക്കങ്ങളിൽ തന്നെ ചിലയിടത്തുണ്ട് നല്ല വൃത്തിയുള്ള റോഡ്, പക്ഷെ രണ്ടു ഭാഗത്തു നിന്നും കിലോമീറ്ററുകളോളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിനുള്ള കൂടി ഇങ്ങനെ ഒരു കമാനത്തിലൂടെ അല്ലെങ്കിൽ ഒരു തുരങ്കത്തിലൂടെ പോകുന്ന പോലെയൊക്കെ നമുക്കിവിടെ അധികം പൈസ കൊടുക്കാതെ തന്നെ പോകാൻ കഴിയുന്നിടത്തുണ്ട്. ഞാൻ പറഞ്ഞതല്ല, സ്വർഗലോകം എന്നത് നമ്മുടെ മാല ഐനുൻ റഅത് വല ഉദനുൻ സമിഅത് വല ഖതിറ അലാ ഖൽബി ബശർ. ഒരാൾക്കും കണ്ടനുഭവിക്കാൻ കഴിയില്ല അതിവിടെ. ഒരാൾക്കും വർണ്ണിച്ച് കേൾക്കാനും വർണ്ണിക്കാനും സാധിക്കുകയില്ല അതിവിടെ. ഒരാളുടെ മനസ്സിലും സ്വപ്നം കാണാൻ പോലും കഴിയില്ല അത്. അത്ര മനോഹരമാണത്, അത്ര അനുഭൂതിദായകമാണത് എന്നത് വെച്ചിട്ടാണ് ഇത് പഠിക്കേണ്ടത്. ഫീ ളില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ്. സക്കബ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുക എന്ന അർത്ഥം. പക്ഷെ ഇവിടെ മേൽക്കൂടി കോരിച്ചൊരിയെന്നല്ല, കോരിച്ചൊരിയപ്പെട്ടതാണ്. നിലവിൽ ഓൾറെഡി റെഡിയാണ്. നിരന്തരം ജലസാന്നിധ്യമുള്ള, ജലസമ്പത്തുള്ള, അതിൻ്റെ തണുപ്പുള്ള, അതിൻ്റെ മഹിമയുള്ള, അതിൻ്റെ അനുഭൂതിയുള്ള, അതിൻ്റെ പുതിലെന്ന് ഞങ്ങളവിടെ പറയും നനവുള്ള ഒരു ഭൂമികയാണ്, മണ്ണാണ്, സാഹചര്യമാണ് അവർക്കവിടെ ഒരുക്കപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനിയാണ് വഫാക്കിഹത്തിൻ കസീറ, അവർക്കവിടെ ധാരാളക്കണക്കിന് പഴങ്ങളുണ്ടാകും. ലാമഖുതൂഅ, ആ ഒരൊറ്റ പഴവും ഒരു തരത്തിലുള്ള പൊട്ടലും ചീറ്റലും വിള്ളലും ഉണ്ടാവുകയില്ല. മാർക്കറ്റിൽ പോയിട്ട് പഴം നോക്കുമ്പോൾ ഓരോന്ന് എടുത്ത് നോക്കേണ്ടി പിന്നെ എന്തിനാണ് ഞങ്ങൾ ഒരു ഭാഗത്ത് നമുക്ക് കാണാവുന്ന ഡിസ്പ്ലേ വെച്ച ഭാഗത്ത് നല്ല രസമാണെങ്കിലും അപ്പുറത്ത് ചിലതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടാകും അല്ലേ? അപ്പുറത്ത് ചിലതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടാകും. ലാമഖുതൂഅത്തിൻ, ഒരു തരത്തിലുള്ള പൊട്ടലോ മുറിവോ വിള്ളലോ വരയോ കുറിയോ ന്യൂനതയോ ഇല്ലാത്തത്. വല മംനൂഅ, ഒരാൾക്കും തടസ്സപ്പെടാത്തതും. ഖുതൂഫുഹാ ദാനിയ എന്നവർ, അതിങ്ങനെ അവനവൻ്റെ ഓരോരുത്തരുടെ വായ്ക്കരികിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന രൂപത്തിലാവും ഉണ്ടാവുക. സൂറത്ത് അൽ-ബഖറയിൽ അല്ലാഹു പറയും, ബശ്ശിരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു കുല്ലമാ റുസിഖു മിൻഹാ മിർ റിസ്ഖിൻ ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ വഉതു ബിഹി മുതശാബിഹൻ വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ വബശ്ശിരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഈമാനും അമലു സ്വാലിഹാത്തുകളും ഉള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ്? അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നിറയെ ജലസ്രോതസ്സുകളുള്ള സ്വർഗലോകത്താണ് അവർക്ക് പ്രവേശനം ലഭിക്കുക. അവർക്കവിടെ ധാരാളക്കണക്കിന് പഴങ്ങൾ ഉണ്ടാകുമെന്ന് ഇവിടെയാണ് പറഞ്ഞത്. അവിടെ അത് പറയാൻ അതിൻ്റെ ബാക്കി പറഞ്ഞു, കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ റിസ്ഖിൻ, എപ്പോൾ എന്തു ഭക്ഷണം കഴിച്ചാലും അവർക്ക് തോന്നിപ്പോകും, ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഇതന്നല്ലേ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ കഴിച്ചത് എന്നവർക്ക് തോന്നിപ്പോകും. സംഗതി അതല്ല. വഉതു ബിഹി മുതശാബിഹൻ, അതിതിൻ്റെ മറ്റൊരു വെറൈറ്റി ആയിരുന്നു. സുബ്ഹാനല്ലാഹ്, അതിതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ അതല്ല, ഇത് വേറെയാണ്. നമ്മളിവിടെ ഞാനൊരു കുടിയിരിക്കലിന് പോയപ്പോൾ 12 തരം പായസമുണ്ട്. 12 തരം. ഇപ്പം സ്വാഭാവികമായിട്ട് ഈ തിരിച്ചടിക്കേണ്ട സ്വഭാവം ഇരിക്കണ്ടല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, മൂസാജി ഇത് 12 ടേസ്റ്റാണെന്നോ? ആ 12 ടേസ്റ്റാ. പഠിച്ചോനെ, ആദ്യത്തത് കുടിച്ചാൽ കഴിഞ്ഞില്ലേ, പിന്നെ എല്ലാത്തിനും കുടിക്കുമ്പോൾ ഈ ടേസ്റ്റ് മേലെ കയറി വരാം. എന്തിനാണ് ഈ പൊട്ടത്തരത്തിന് പോയി എന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞ്, നിങ്ങൾ മാത്രമാണ് ഇമ്മാതിരി ഒരു അഭിപ്രായം പറഞ്ഞത്. അത്ര കടി പോയി നോക്കാണി എന്താ ഉണ്ടാവുക? ഇതൊന്ന് നല്ല മണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെക്കും. പിന്നെ എവിടെ വെച്ചാലും ഏത് മണം ഉണ്ടാകുക? ഇതല്ല ഇതല്ലാതെ അവർ പറയല്ലാതെ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇവിടെ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ പരലോകത്തിൻ്റെ കഥ പറയണം, വേണ്ടല്ലോ.
ഉതൂബിഹ മുതശാബിഹൻ. അതാണ് ഈ പറഞ്ഞത്. ഏത്? ലാ മഖ്തൂഅത്തിൻ വഫാക്കിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ധാരാളക്കണക്കിന് പഴവർഗ്ഗങ്ങൾ ഉണ്ടാകും, ധാരാളം എണ്ണത്തിലും വണ്ണത്തിലും അളവിലും ഉണ്ടാകും, ധാരാളം ഐറ്റംസും ഉണ്ടാകും. എല്ലാം പൊട്ടും പോറലും ഏതുമില്ലാത്ത പൂർണ്ണതയുള്ളതാകും. ഒപ്പം വഫുർശിൻ മർഫൂഅ, ഉയർത്തി വെക്കപ്പെട്ട വിരിപ്പുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് മുത്തഖീന ഫീഹ അലൽ അറായിക് എന്ന ഖുർആൻ മറ്റു ആയത്തുകളിൽ പറഞ്ഞത്. അവർ ചാരി വെക്കപ്പെട്ട സോഫകളിലായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്കവിടെ നമുക്കവിടെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു വിധത്തിലുള്ള സൗകര്യക്കുറവ് അസൗകര്യങ്ങളും ഉണ്ടാവുകയില്ല. എല്ലാം അതിൻ്റെ പൂർണ്ണമായ ഭാവത്തിൽ തന്നെയുണ്ടാകും. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ. ഇനി വേറൊരു മേഖലയിലേക്ക് പോവുകയാണ്. നിശ്ചയമായും നാം അവരെ, ഇതുവരെ ഭക്ഷണവും താമസവുമായിരുന്നു പറഞ്ഞത്, ഇനി അവിടെ മറ്റൊരു മേഖലയാണ്. ഇന്നാ അൻശഅനാഹുന്ന, നാം അവരെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്, സംവിധാനിച്ചിരിക്കുന്നത് ഇൻശാ, ഒരു പ്രത്യേകമായ രൂപത്തിലാകുന്നു. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ ഫജഅൽനാഹുന്ന. ആ പ്രത്യേകത എന്താണ്? ഫജഅൽനാഹുന്ന, നാം അവരെ ആക്കിയിട്ടുള്ളത് അബ്കാറൻ, നിത്യ കന്യകകളാണ്. അപ്പൊ നമ്മൾ സ്വർഗലോകത്തെത്തുന്ന പുരുഷന്മാർക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളിലൊന്ന് നിത്യകന്യകകളായ സ്ത്രീകളാണ്. ഉടനെ ചോദ്യം വരാം, അപ്പൊ സ്ത്രീകൾക്ക് എന്തുണ്ട് കിട്ടാൻ, ഞങ്ങൾക്കൊന്നുമില്ലേ എന്ന് ചോദ്യം വരാം. രണ്ട് തരത്തിൽ ഉത്തരമാണ് അതിനുണ്ടാവുക. ചോദിക്കാതാണ് പറയാ, ഞങ്ങൾ ഇതിനപ്പുറത്ത് വല്ല കുത്തിക്കടീസുണ്ട് നിങ്ങളോട് ചോദിച്ചോളിട്ടാ. അപ്പൊ എനിക്കറിയാത്തതാണെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയും. രണ്ട് തരമാണ്. അതിലൊരു വ്യാഖ്യാനം, സ്വർഗാവകാശികളാക്കപ്പെടുന്ന പുരുഷന്മാരെ പോലെ തന്നെ സ്വർഗാവകാശിക്കാക്കപ്പെടുന്ന സ്ത്രീകളും ഈ ഹൂറുൽ അഈനിന്റെ രൂപത്തിലേക്കും ഭാവത്തിലേക്കും മാറ്റപ്പെടും. അവർക്കാണ് ഈ പുരുഷന്മാർ അവർക്കും എന്നാണ് ഇതിൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉലീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസാ ബഅളുകും മിൻ ബഅൾ എന്നാണ്. നിങ്ങളിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഈമാനോടെ അമലു സാലിഹാത്തുകളിലൂടെ മരണപ്പെട്ടാൽ പുരുഷന്മാർക്കൊരു പ്രതിഫലവും സ്ത്രീകൾക്കൊരു പ്രതിഫലവും എന്ന രൂപത്തിലാവില്ല. അവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല, ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാകും. നിങ്ങളിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങളൊന്നും മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കാവുന്നതല്ലല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും അവിടെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതവിടെ ഉണ്ടാകും, ഉറപ്പ് പറഞ്ഞേക്ക് എന്നാണ്. മറ്റൊരായത്ത് സൂറത്ത് ഫുസ്സിലത്ത് അല്ലാഹു പറഞ്ഞത്, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ സ്വർഗാവകാശികളായിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും ഓരോരുത്തരും ആവശ്യപ്പെടുന്നതുമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കത് പ്രകാരം തന്നെ അവിടെ ലഭിക്കും. ഇതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഇനി ഇതിനൊരു ഫിസിക്കലി സയൻറ്റിഫിക് ആയിട്ട് നൽകപ്പെടുന്ന ഒരു വ്യാഖ്യാനം, അത് ഞാൻ അവസാനം പറയാൻ വെച്ചത്, അതിൻ്റെ സത്യതയെ എനിക്കറിയില്ല. സത്യമായിരിക്കാം, അല്ലാതെയും ഇരിക്കാം. അത് കേൾക്കാനുള്ളത്, വായിക്കാനിടയായത്, പുരുഷന്മാർക്ക് സ്ത്രീകളെ പറഞ്ഞ് മോഹിപ്പിക്കുന്നതിനോളം അവരെ മോഹിപ്പിക്കാൻ പറ്റുന്ന വേറൊന്നും ദുനിയാവിലില്ലാന്നാണ്. ആയിരിക്കാം അല്ലേ? സ്ത്രീകളുടെ ശരീരവർണ്ണയും വർണ്ണനയും സൗന്ദര്യവർണ്ണനയും മാത്രം മതി പുരുഷനെ മോഹിപ്പിക്കാൻ. എന്നാൽ സ്ത്രീ ശരീരവും അവരുടെ മെൻറ്റാലിറ്റിയും അവരുടെ പിന്നെ ഫിസിക്കൽ സാഹചര്യങ്ങളും അവരുടെ മാനസികാവസ്ഥയും അതല്ല. അവരെ പറഞ്ഞു പിന്നെ മോഹിപ്പിക്കേണ്ടതില്ല. പുരുഷൻ അങ്ങനെ സൗന്ദര്യമുണ്ട് ഇങ്ങനെ സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ മോഹിപ്പിക്കാൻ കഴിയില്ല. അത് ചിലപ്പോഴൊക്കെ ശരിയാണെന്ന് താനും. കാരണം സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ ആരുടെയും പിന്നിൽ അവരുടെ ഭാര്യമാരായി അവരുടെ മോട്ടോർ സൈക്കിളിലോ കാറിൻ്റെ പിന്നിൽ കാറിലോ ഒരു സൗന്ദര്യവതി അല്ലാത്ത വിരൂപയായ ഒരു സ്ത്രീയെ കാണാൻ കിട്ടുക. ഞാൻ കണ്ടില്ല കേട്ടോ, അപൂർവമായിട്ട് വല്ലതുണ്ടെങ്കിലല്ലാതെ. പക്ഷേ അതിസുന്ദരിയായ പെൺകുട്ടികളുടെ മുമ്പിൽ പലപ്പോഴും വണ്ടി ഓടിക്കുന്നത്, ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നത് അവളുടെ പകുതി പോലും സൗന്ദര്യമില്ലാത്ത
ഭർത്താക്കന്മാരാകുന്നത് നമ്മൾ ശ്രദ്ധയിലുള്ളതുമാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ശ്രദ്ധ പുരുഷന്റെ സ്വഭാവത്തിലും പെരുമാറ്റ മര്യാദയിലും വിശ്വസ്തതയിലും മാന്യതയിലുമാണ് എന്നാണ്. എന്നാൽ പുരുഷന്റെ ശ്രദ്ധ അതല്ല. അല്ലേ? എനിക്കും മനസ്സിലായതും അനുഭവത്തിലുള്ളതുമൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇവൻ കറുത്തിട്ടാണെങ്കിലും വിരൂപനാണെങ്കിലും അവൻ്റെ ഡിമാൻഡ് സുന്ദരിയാവണം എന്നതാണ്. പക്ഷേ അവളുടെ ഡിമാൻഡ് നല്ല മനുഷ്യനാവണം, നല്ല സ്വഭാവക്കാരനാവണം എന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ടുകൂടി ആയിരിക്കാം അല്ലാഹു അഅലം ഖുർആനികമായ 3-4 ആയത്തുകൾ ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞതാണ്. ഇതിൽ നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇത് ഞാൻ അറിയാനിടയായതും വായിക്കാനിടയായതും പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇന്ന അൻഷഇനാഹുന്ന ഇൻഷാ, നാം അവരെ ഒരു പ്രത്യേക തരത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ നാം നിത്യകന്യകകളാക്കിയിട്ടുണ്ട്. ഉറുബൻ അത്റാബാ, അവർ നിങ്ങൾക്ക് സമപ്രായക്കാരായിരിക്കും, സ്നേഹിക്കാനറിയാവുന്ന അറൂപത്തുള്ള സമപ്രായക്കാരായിരിക്കും അവർ നിങ്ങൾക്കൊണ്ട് അവിടെ ലഭ്യമാകുന്ന സ്ത്രീകളെല്ലാം. ആർക്കാണ്? ലി അസ്ഹാബിൽ യമീൻ, വലതുപക്ഷക്കാർക്കുള്ളതാണ്. സുല്ലത്തും മിനൽ അവ്വലീൻ, അത് ആദ്യകാലക്കാരിൽ നിന്നും നല്ലൊരു വിഭാഗമുണ്ടാകും. വസുല്ലത്തും മിനൽ ആഖിരീൻ, അവസാന കാലക്കാരിൽ നിന്നും നല്ലൊരു വിഭാഗമുണ്ടാകും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും സാബിക്കുകളിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്. സ്വാഭാവികമായും സാബിക്കുകളിൽ എത്തിയിട്ടില്ലെങ്കിലും അസ്ഹാബുൽ യമീനിൽ എത്തിപ്പെടാനെങ്കിലും അത് കാരണമാകും. 10 A+ ലക്ഷ്യം വെച്ച് പഠിച്ചാൽ 10 A+ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും 10D+ കിട്ടുമെന്ന് ഉറപ്പല്ലേ? ജയിക്കുമെന്ന് ഉറപ്പല്ലേ? 10D+ ലക്ഷ്യം വെച്ച് പഠിച്ചാൽ സാധാരണഗതിയിൽ സംഭവിക്കാനിടയുള്ളത് എന്താ? തോൽക്കലാണ്, ആണല്ലോ. അപ്പോൾ ഉന്നതി ലക്ഷ്യം വെച്ചാണ്, തമ്മൂഹകളാണ് നമ്മൾ ആവേണ്ടത്. ഏറ്റവും ഉയരത്തിലെത്താനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. അവിടെ എത്തിപ്പെടാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തെന്നി വീണാലും ഈ മിഡിൽ, ഈ മധ്യമ സമൂഹത്തിൽ അസ്ഹാബുൽ യമീനിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് അദ്ദുനിയാ മസ്റഅത്തുൻ ലിൽ ആഖിറ എന്നാണ്. ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷി ഇളക്കാനുള്ള സ്ഥലമാകുന്നു. അദ്ദുനിയാ ആലമുൽ അഅ്മാൽ, ദുനിയാവ് പണിയെടുക്കാനുള്ള ഇടമാകുന്നു. വൽ-ആഖിറത്തു ആലമുൽ സവാബി വൽ ജസാ, പരലോകം പ്രതിഫലം അനുഭവിക്കാനും അത് സ്വീകരിക്കാനുമുള്ള സ്ഥലമാകുന്നു. അപ്പോൾ എത്ര നന്നായി പണിയെടുക്കുന്നുവോ അത്രയും നല്ല പ്രതിഫലവും കിട്ടും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഅസ്ഹാബുശ്ശിമാലി, മൂന്നാമത്തെ കക്ഷിക്കാർ, നമുക്കത് പറയാൻ തന്നെ ബുദ്ധിമുട്ടും പേടിയുമാണ്. എന്നാൽ പറയാതിരിക്കാനും പേടിക്കാതിരിക്കാനും നമുക്ക് നിവൃത്തിയുമില്ല. വഅസ്ഹാബുശ്ശിമാലി മാ അസ്ഹാബുശ്ശിമാൽ, ഇടതുപക്ഷക്കാർ, ദൗർഭാഗ്യവാന്മാർ, നരകാവകാശികൾ, അള്ളാഹുവിൻ്റെ കോപതാപങ്ങൾക്ക് വിധേയരായവ. അവരെന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് നിങ്ങൾ അറിയുമോ? ഫി സമൂമിൻ, അവർ വിഷക്കാറ്റ് ഏൽക്കേണ്ടി വരും, വിഷക്കാറ്റ് ഏൽക്കേണ്ടി വരും. വഹമീം, ചുട്ടു തിളക്കുന്ന വെള്ളത്തിൻ്റെ കാഠിന്യവും ഭീകരതയും അവർ അനുഭവിക്കേണ്ടി വരും. വളുല്ലിം മിൻ യഹ്മൂം, നരകം അതിൻ്റെ മുകളിലേക്ക് ഉയരുന്ന കഅന്നഹു ജിമാലത്തുൻ സുഫർ എന്ന് പറഞ്ഞു ഖുർആൻ. വലിയ ഒട്ടകക്കൂട്ടങ്ങളുടെ നിഴൽ പോലെ വമ്പിച്ച മേഘക്കൂട്ടങ്ങളായി നരകത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന പുകച്ചുരുളുകൾ ഉണ്ടാകും. അതിൻ്റെ തണലായിരിക്കും അവർക്കുണ്ടാവുക. മുല്ല്, തണൽ. യഹ്മൂം, നരകത്തിലെ തിളക്കുന്ന പുകയുടെ തണലുകളിലായിരിക്കും അവരുണ്ടാവുക.
നിങ്ങളിതൊന്ന് കമ്പയർ ചെയ്താൽ മതി. സ്വർഗം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ്? അവർ തണുപ്പിലാണ്, തണലിലാണ്, ഇഷ്ടം പോലെ ജലസ്രോതസ്സുണ്ടാകും അല്ലേ? അവർക്ക് നിഴലാണ് ഉണ്ടാവുക, സൂര്യവെളിച്ചമല്ല, തണുപ്പുണ്ടാവില്ല. ഇവിടെ വിഷക്കാറ്റും തിളച്ച വെള്ളവും നരകത്തിൻ്റെ പുകയുടെ തണലും. ലാ ബാരിദിൻ, ഒരൽപ്പവും തണുപ്പില്ലാത്ത, വലാ കരീം, ഒരൽപ്പവും മാന്യതയില്ലാത്ത ശിക്ഷാ സമ്പ്രദായങ്ങളാണ് അവർക്കുണ്ടാവുക. അള്ളാഹു കാത്തിരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ സംഗതി എന്താ അറിയോ? ലാ യഅ്കുലൂന ഇല്ലാ മിൻ ഗിസ്ലീൻ എന്നാണ്. കൂർത്തുമൂർത്ത മുള്ളുകളുള്ള വിഷക്കായയാണ് അവർക്ക് തിന്നാനുണ്ടാവുക. ഇല്ലാ മിൻ സഖൂം എന്നാണ് മറ്റൊരിടത്ത്. മരുഭൂമിയിലെ ഒട്ടകങ്ങൾ പോലും തിന്നാൻ ഭയപ്പെടുന്ന ഒരു പഴത്തിൻ്റെ പേരാണ് സഖൂം. അതിൻ്റെ ഭീകരമായ വെർഷനാണ് നരകത്തിലെ സഖൂം. അത് നരകത്തിൻ്റെ അടിയിൽ നിന്ന് മുളച്ചു പൊന്തുന്ന ഒരു വൃക്ഷമാണ്. ഇന്നഹാ ഷജറത്തുൻ തൽഉഹാ ഫീ അസ്ലിൽ ജഹീം. ആ മരം നരകത്തിൻ്റെ അടിത്തട്ടിൽ മുളച്ചതാണ്. ഈ നരകത്തിയിലൂടെ വളർന്ന് പന്തലിച്ചതാണ്. അതിൻ്റെ ഇലകൾക്ക് അന്നഹാ റൂസു ശയാത്വീൻ, ശൈത്താന്റെ തല പോലുള്ള ഇലകളാണ് അതിനുള്ളത്. അതാണ് തിന്നേണ്ടി വരും. ഇല്ലാ ഹമീമൻ വഗസ്സാഖ എന്നാണ് ഒരു കത്ത്. ഒന്നുകിൽ അവർക്ക് നരകത്തിൽ തിളച്ച വെള്ളം, അതല്ലെങ്കിൽ കുറ്റവാളികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ചലവും ചോരയും കട്ട പിടിച്ച് കൊടും തണുപ്പുള്ള ചോരക്കട്ട ചലം, പഴുപ്പ്, അതാണ് അവർ തിന്നേണ്ടി വരിക. ഒരിക്കലല്ല. എപ്പോഴാണ്? ഫസൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. ആസ്വദിച്ചോളൂ. ദുഖ് ഇന്നക അന്തൽ അസീസുൽ കരീം. സുഖിച്ചോ, ആസ്വദിച്ചോ. നാട്ടിൽ വല്ല പ്രതാപിയും മാന്യനുമൊക്കായി ജീവിച്ചിരുന്നല്ലോ, അനുഭവിച്ചോ എന്ന് പറയാം. ഇന്ന ഹാദാ മാ കുന്തും ബിഹി തംതറൂൻ. ഇതായിരുന്നു നിങ്ങൾ സംശയിച്ചിരുന്ന ലോകം. സുബ്ഹാനല്ലാഹ്. എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിൽ പരലോകം പറയുമ്പോൾ ഉള്ളത്, ആ വികാരങ്ങളൊക്കെയും ഖുർആൻ ഇപ്പം തന്നെ എടുത്ത് പുറത്ത് കിട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഇതൊന്നും ആണ് പറയാൻ പറ്റില്ല അല്ലേ? ഹുജ്ജത്തുഹും ദാഹിറത്തുൻ ഇൻദ റബ്ബിഹിം. അവരുടെ എല്ലാ ന്യായവാദങ്ങളും അവർ തകർന്നു വീഴും. ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ. നിങ്ങൾക്കെതിരെ ശിക്ഷ നടപ്പാക്കാനുള്ള എല്ലാ തെളിവുകളും ന്യായങ്ങളും റബ്ബിൻ്റെ അരികിൽ പൂർണ്ണമാണ്. ഒക്കെ അവിടെ പറഞ്ഞാൽ മതി. ലാ ബാരിദിൻ വലാ കരീം. ഒരു തണുപ്പും സൗകര്യവും അവിടെയില്ല. ഒരാദരവും ബഹുമാന്യതയും മാന്യതയും അവിടെയില്ല. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുതറഫീൻ. കുഴപ്പം പറ്റിയത് അവിടെയാണ്. അവർ നാട്ടിൽ ആഡംബരക്കാരായിരുന്നു, സുഖിയന്മാരായിരുന്നു, ധാരാളിത്തക്കാരായിരുന്നു, പൊങ്ങച്ചക്കാരായിരുന്നു, അഹങ്കാരികളായിരുന്നു, സമ്പന്നരായിരുന്നു, ആരെയും അംഗീകരിക്കാത്തവരായിരുന്നു. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുതറഫീൻ. അവർ മുത്തറഫായിരുന്നു. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ. അള്ളാന്റെ അടിമകളാണെങ്കിൽ വിനയമുള്ളവരായിരിക്കും. ആലോചിച്ചോക്കാണ്, രണ്ട് വിഭാഗത്തുള്ള പറയുന്നത്. അള്ളാന്റെ അടിമകളാണെങ്കിൽ വിനയമുള്ളവരായിരിക്കും. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രികാലങ്ങളിൽ നിസ്കരിച്ചും പ്രാർത്ഥിച്ചും കഴിച്ചു കൂട്ടുന്നവരായിരിക്കും.
വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അവർക്ക് പൈസ ഉണ്ടാകും, അവർക്ക് സമ്പത്തുണ്ടാകും, പക്ഷെ അത് അവർ ആഡംബരത്തിൽ ചെലവാക്കൂല, എന്നാലൊട്ട് പിശുക്കൂല്ല. വക്കാന ബൈനദാലിക ഖവാമാ, മിതത്വം ശീലിച്ചവരായിരിക്കും. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുതറഫീൻ. ആലോചിച്ചോളിട്ടാ, നല്ലോണം ആലോചിച്ചോളി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുൽ വശ്റബ് വൽബസ് വതസദ്ദഖ് ബിഗൈരി സറഫിൻ വലാ മഖീല എന്ന. ഭക്ഷണം കഴിച്ചോളൂ, തടഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ളത് കുടിച്ചോളൂ, ഹലാലായത്, തടഞ്ഞിട്ടില്ല. വൽബസ്, നല്ല വസ്ത്രം ധരിച്ചോളൂ, തടഞ്ഞിട്ടില്ല. വതസദ്ദഖ്, ധർമ്മവും കൊടുത്തോളൂ, അതും തടഞ്ഞിട്ടില്ല. പക്ഷെ ബിഗൈരി സറഫിൻ, ഇതൊന്നും ധാരാളിത്തത്തിന് വേണ്ടിയാവരുത്, ആഡംബരത്തിന് വേണ്ടിയാവരുത്. 5ഉം 6ഉം ചെമ്പ് ബിരിയാണി വെച്ചിട്ട് 1ഉം 2ഉം ചെമ്പ് കൊണ്ടുപോയിട്ട് കൊട്ടക്കിണറ്റിൽ തള്ളേണ്ടി വരുന്നതിൻ്റെ പേര് ആഡംബരം എന്നാണോ, അതോ സൂക്ഷ്മത എന്നാണോ, അതോ വരുന്നവർക്കൊക്കെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു മുൻകരുതൽ എന്നാണോ പറയുക? അല്ലാഹു പറയും ആഡംബരമാണെന്ന്. അള്ളാഹു പറയും ആഡംബരമാണ്, ധൂർത്താണ്, പൊങ്ങച്ചമാണ്, അഹങ്കാരമാണത്. എന്ത് സംശയമുണ്ടോ? ഇല്ല. പട്ടിക്കിട്ട് കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആവശ്യമില്ല എന്നിട്ടല്ലേ, അധികം വെച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ളതല്ലേ. പൊന്നാരം മനുഷ്യന്മാരെ ആ ഗസയില് പലസ്തീനില്, അതവിടെയല്ലേ ഞാൻ പറയല്. ഒന്നാണ്ട് പടച്ചോ കണ്ണിമ്പിയാ മതി, നാളെ അത് ഇവിടെയാണ്. പോരെ? തൂത്തിൽ മുൽക മൻ തശാ വതൻസുൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ആരെയൊക്കെ എന്താക്കി തീർക്കണമെന്ന് റബ്ബ് തീരുമാനിക്കും. ഇന്ന് ഉടമയായവൻ നാളെ അടിമയാക്കപ്പെടും, ഇന്ന് സമ്പന്നനായവൻ നാളെ ദരിദ്രനാക്കപ്പെടും. റബ്ബ് തീരുമാനിക്കും അല്ലേ? എവിടെയാണ് ഈ സമുദായം? മറുപടി എന്താണെയോ? പലസ്തീനിലെ കുട്ടികൾക്ക് ഏതായാലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പം മൊയ്ലിയന്മാർക്ക് എന്ത് കിട്ടിയാലും പലസ്തീനാണ് ഇപ്പം വിഷയം എന്നാ. പലസ്തീനിക്ക് നിങ്ങൾ ഇവിടുന്ന് ചോറും കൂട്ടാനും കൊണ്ട് കൊടുക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു കാലം വരാനുണ്ട്, പണ്ട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഇതാ ഈ നാട്ടിൽ അടുത്ത 7 വർഷം സുഭിക്ഷമായ സമൃദ്ധമായ വിളയുണ്ടാകും. ആ വിള നമുക്ക് ദൂർത്തടിക്കാനുള്ളതല്ല, അതിൽ നിന്ന് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ബാക്കി നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ആ 7 വർഷം കഴിഞ്ഞാൽ പിന്നീടുള്ള 7 വർഷം സമൃദ്ധിക്ക് പകരം വരൾച്ചയുടെ കാലമാണ്. 7 വർഷം കൊണ്ട് നാട്ടിൽ ഒരു മരക്കൊമ്പിൽ പോലും ഒരു പൂവ് ഇലയും ഇല്ലാതെ ആയിത്തീരും. 15ാമത്തെ വർഷം വരുമ്പോ അന്ന് ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി പരക്കം പായുന്ന കാലം വരും. അന്നേക്കു വേണ്ടി ഇന്നൊരുക്കി വെക്കണം. അന്നേക്കു വേണ്ടി ഇന്നൊരുക്കൂട്ടി വെക്കണം. സുഹൃത്തുക്കളെ, മലയാളത്തിൽ എന്തിനാണ് സമ്പത്ത് കാലത്ത് കാപത്തു വെച്ചാൽ, അങ്ങനെയാണോ? സമ്പത്തു കാലത്ത് തൈവത്തു വെച്ചാൽ ആപത്തു കാലത്ത് കാപത്തു തിന്നാം. ഇങ്ങനെ അയച്ചോക്കണേ. ഇന്ന് നമ്മളെ കാണിക്കുന്നത് എന്താ കാണിക്കുന്നത്? അറബ് ലോകത്ത് കല്യാണത്തിന് മുഴുവനും മരുക്കാറ്റും മണലും അടിക്കുന്നതിന് പന്തലിന്റെ ചുറ്റുപാടുകളിൽ അവര് കർട്ടൻ കെട്ടി. എന്തിനാ മനുഷ്യന്മാരെ കേരളത്തിൽ ഇത് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ AC വെക്കണ്? വെറുതെ ചോദിക്കണേ ഞാൻ, എന്തിനാണ്? അറബ് ലോകത്തിന് വെക്കുന്നതാണ് പോയ ആൾക്കാർക്ക് അറിയാം അല്ലേ? അവരത് വെക്കുന്നത് എന്തിനാ? മരുക്കാറ്റും മണൽക്കാറ്റും അടിച്ച് ഭക്ഷണം കേടുവരാതിരിക്കാനാ. നമ്മളെന്തിനാ വെക്കണ്? അവിടെ കണ്ടതുപോലെ അവിടുത്തെ റിയാലും ദിർഹമും ദീനാറും ഒക്കെ വരുന്നോണ്ട് ഇവിടെ അതേമാതിരി തന്നെ മോമിനിങ്ങളെ ഒരു പരിധി വെക്കണത് നല്ലതാണ് അല്ലേ? ഒരു പരിധി വെക്കണത് നല്ലതാണ്.
പോയിക്കണ നാട്. പണ്ടൊക്കെ ഇവിടെ നമുക്ക് നെല്ലുണ്ടാക്കാൻ പാടുണ്ടായിരുന്നു അല്ലേ? പണിയെടുക്കാൻ മനസ്സുള്ള വാപ്പാരും വല്യപ്പാരും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വാങ്ങി തിന്നുന്ന ആൾക്കാർ അവിടെ ഇല്ല. ഒന്നും വാങ്ങി തിന്നണ ഗമ പോക്കറ്റിലെ പൈസ പോയേ തീരും. അപ്പോ സൂറത്ത് യൂസുഫിലെ ആ 2-3 ആയത്തുകൾ നമുക്ക് എക്കാലവും ഗുണപാഠമായിരിക്കണം. രാജാവ് കണ്ട സ്വപ്നേ 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നു തീർക്കുന്നു എന്നതാണ് സ്വപ്നം. എൻ്റെ വ്യാഖ്യാനാണ് തടിച്ച പശുക്കൾ 7, അടുത്ത 7 വർഷം സമൃദ്ധമായ വിളയുണ്ടാകും. പിന്നെ ആ സമൃദ്ധിയെ തിന്നു തീർക്കുന്ന പട്ടിണിയുടെ വരൾച്ചയുടെ 7 വർഷങ്ങൾ വരും. 14 വർഷം കഴിയുമ്പോൾ നാട്ടിലെവിടെയും ഒരു മണി ഗോതമ്പുണ്ടാവില്ല. അന്ന് അയൽ നാട്ടുകാരെല്ലാം നമ്മളെ തേടി വരും, ഭക്ഷണത്തിന് തേടി വരും നമ്മളെ. ഇവിടെ അവർക്ക് വേണ്ടി കൂടി കാത്തുവെക്കണമെന്ന, ഇവിടെ അവർക്ക് വേണ്ടി കൂടി കാത്തുവെക്കണം. ഗസയിലെ മക്കളുടെ നിലവിളിക്ക് ഇവിടെ പരിഹാരം ഉണ്ടാവണം എന്നാ അതിൻ്റെ അർത്ഥം. എന്നാലേ റബ്ബ് നമ്മുടെ പ്രാർത്ഥന കബൂലാക്കുള്ളൂ. അല്ലാതെ ഇവിടുന്നാണ്ട് കപ്പൽ കയറ്റി കൊണ്ടുപോകണമെന്നല്ല. നമ്മുടെ പ്രാർത്ഥന കബൂലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാവണം. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ എന്താണ് കാരണം നബി എന്ന് ചോദിച്ചപ്പോ, ഒരു അനാഥ കുട്ടിയെ പിടിച്ചിട്ടൊന്നിങ്ങനെ തലോടിക്കളാ, പാവപ്പെട്ടവന് 2 നേരത്തെ ഭക്ഷണം കൊടുത്തേക്ക്, ഇത്തക്കും മുസ്തജാബുദ്ദഅവ, ഇജ് വിളിച്ചാ പഠിച്ചോ കേൾക്കുന്ന. സുബ്ഹാനല്ലാഹ്, ഇതൊരു മറുപടി നോക്കാണ്. അപ്പോ ഇന്നഹും കാനൂ ഖബല ദാലിക മുതറഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം. അവർ ഹിൻസുൽ അളീം, മഹാപാപങ്ങളിൽ വമ്പിച്ച ഗുരുതരമായ വലിയ തെറ്റുകുറ്റങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ മുഴുകിയാണ് അവർ ജീവിച്ചത്. നമ്മളെ കണ്ടിട്ടാണോ? മലപ്പുറംകാരെ കണ്ട്, മലബാരികളെ കണ്ട്, മലയാളികൾ കണ്ട്, കേരളത്തിലെ മുസ്ലിമീങ്ങളെ കണ്ടിട്ടാണോ ഈ പറഞ്ഞത്? വക്കാനൂയക്കൂലൂന, അവരിൽ ആരിഫിനെ പോലെ സൂറാബിനെ പോലെ കുറെ ആൾക്കാരും വന്നു. അത് നമ്മുടെ പേരിലുണ്ട് അല്ലേ? വക്കാനൂയക്കൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ ഇന്നാ ലമബ്ഊസൂൻ. നമ്മളെ വാപ്പാരോടും വല്യപ്പാരോടും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പോയിട്ട് അവരെ മുമ്പിൽ അങ്ങനെ ഒരു ചിന്ത വെക്കാൻ പോലും നമുക്ക് പേടിയായിരുന്നു. ഇത് പടച്ചോനെ മരിച്ച മണ്ണായാൽ പിന്നെ നമ്മളൊക്കെ തിരിച്ചു വരുമോ എന്ന് ചോദിക്കാൻ നമുക്ക് പേടിണ്ടായിരുന്നു. പക്ഷെ നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും ആ പേടി നമ്മളെ കുറിച്ചുണ്ടായിരുന്നില്ല. നമുക്ക് നമ്മളെ മക്കളെ കുറിച്ച് ആ പേടിയില്ലേ? ചോദിക്കൂലേ? എന്നിട്ടാ അപ്പം കുറെ നിസ്കരിച്ചിട്ടെന്ന് ചോദിക്കണ മക്കളില്ലേ? ഉണ്ടോ ഇല്ലേ? മക്കാ മുശ്രിക്കുകളല്ല. മലപ്പുറത്ത് മലബാറിലെ മാപ്പിള പേരെ വീടുകളിലാണ് എക്സ് മുസ്ലിം എന്നതിൽ അഭിമാനിക്കുന്നവർ വളർന്നു വരുന്നത് അല്ലേ? എക്സ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ആരും അഭിമാനിക്കണില്ല, പോകായിട്ടല്ല. എക്സ് ഹിന്ദു എന്ന് പറഞ്ഞിട്ടും ആരും അഭിമാനിക്കണില്ല, എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കണത് അല്ലേ? ഇന്നാല മബഊസൂൻ, ഞങ്ങൾ വീണ്ടും എഴുന്നേറ്റ് വരേണ്ടി വരുമോ? ആബാഉനൽ അവ്വലൂൻ, അങ്ങനെയാണ് നമ്മളെ വാപ്പാകാരന്മാരുമൊക്കെ വരേണ്ടതല്ലേ? പോയിട്ട് ആരും വന്നിട്ടില്ലല്ലോ. യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ ഒരു വീഡിയോയുടെ പേരിൻ്റെ അത് തന്നെയാണ്, പോയ വാപ്പകാരന്മാരാരും വന്നിട്ടില്ലല്ലോ. ചോദിക്കണതിൻ്റെ പേര് മാപ്പിളാരെ പേരാ, മുസ്ലിങ്ങളെ പേരെന്ന് പറയില്ല കേട്ടോ. ഞാൻ എനിക്ക് എൻ്റേതായ ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ. മാപ്പിളാരെ പേരാ ഏത് വെച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചു വരുമോ? പോയവരാരും വന്നിട്ടില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയല്ലേ. ആബാഉനൽ അവ്വലൂൻ, അല്ല പണ്ടുണ്ടായിരുന്ന വാപ്പകാരന്മാരൊക്കെ തിരിച്ചു വന്നോ? ഖുൽ, അവരോട് പറഞ്ഞോളൂ, ഇന്നൽ അവ്വലീന വല്ലാഖിരീൻ, ആദ്യം പോയോരും അവസാനം പോണോരും ലമജ്മൂഊന, ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. ഇലാ മീഖാത്തി യൗമിൻ മഅലൂം, എവിടെ കൂടണം, എപ്പോൾ കൂടണം, എന്ന് കൂടണം എന്നൊക്കെ മഅലൂമായ ഒരു ഡേറ്റ്, കൃത്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഡേറ്റ് അള്ളാൻ്റെ കയ്യിലുണ്ട്.
അന്നേക്ക് വന്നേ പറ്റുള്ളൂ. ആ പുനരുദ്ധാനം അന്തസ്സിൻ്റെ അഭിമാനത്തിൻ്റെതായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.